ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. വ്യാജ കീടനാശിനിക്കെതിരെ സൗദി അറേബ്യ. നിരോധിത കീടനാശിനികൾ ഇറക്കുമതി ചെയ്യുന്നതും നിർമ്മിക്കുന്നതും കുറ്റകരം. 5 വർഷം തടവും 10 ദശലക്ഷം റിയാൽ പിഴയും ലഭിക്കും. നിരോധിതമോ വ്യാജമോ ആയ കീടനാശിനികൾ നിർമ്മിക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. നിയമം ലംഘിച്ചാൽ പരമാവധി 5 വർഷം തടവും 10 ദശലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷയായി നൽകുമെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ കീടനാശിനി നിയമപ്രകാരമുള്ള ശിക്ഷകളുടെ ആർട്ടിക്കിളിൽ പുതുക്കൽ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം അറിയിച്ചു. കരട് നിയമപ്രകാരം നിയമലംഘനം മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും കാര്യമായ ദോഷം വരുത്തുന്നില്ലെങ്കിൽ ലംഘനം നടത്തിയവർക്ക് മുന്നറിയിപ്പ് നൽകുകയും തെറ്റ് തിരുത്തുന്നതിനായി ഒരു ഗ്രേസ് പീരീഡ് അനുവദിക്കുകയും ചെയ്യും. ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങളുണ്ടായാൽ നിയമലംഘകർക്കുള്ള ശിക്ഷ ഇരട്ടിയാക്കാൻ പബ്ലിക് പ്രോസിക്യൂഷന് അധികാരമുണ്ടായിരിക്കും. കീടനാശിനികളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെയും അനുബന്ധ വ്യവസ്ഥകളുടെയും ലംഘനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പിഴകൾ ചുമത്തുന്നതിനും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിക്ക് അധികാരം നൽകുന്നുവെന്ന് കരട് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിലെ ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാർ പ്രതിസന്ധിയിൽ. US നിയമപരമായി താമസിക്കാൻ അനുവാദമുള്ള കാലയളവിനപ്പുറം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി വരുന്നതാണ് നിലവിലെ അനിശ്ചിതത്വത്തിന് കാരണം. അമേരിക്കയിലെ കാലിഫോർണിയയിൽ വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ നീക്കം ആരംഭിച്ചതോടെ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഇന്ത്യക്കാരായ ട്രക്ക് ഡ്രൈവർമാർ. US നിയമപരമായി താമസിക്കാൻ അനുവാദമുള്ള കാലയളവിനപ്പുറം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി വരുന്നതിനാലാണ് ലൈസൻസ് റദ്ദാക്കൽ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ കാലിഫോർണിയ മോട്ടോർ വാഹന വകുപ്പ് 60 ദിവസത്തിനകം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന് വ്യക്തമാക്കി. ഏകദേശം 17,000 വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. 2026 ജനുവരി 5 മുതൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാനാണ് കാലിഫോർണിയയുടെ തീരുമാനം. എന്നാൽ ഉപജീവനമാർഗം അപകടത്തിലാണെന്നും ഇത് തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി ട്രക്ക് ഡ്രൈവർമാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗതാഗത നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ആവർത്തിച്ച് UAE. അവധി ദിവസങ്ങളിലും ആഘോഷങ്ങളിലും മദ്യപിച്ച് വാഹനമോടിച്ചാൽ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗതാഗത നിയമങ്ങൾ കൂടുതൽ കർശനമാണെന്ന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. അവധി ദിവസങ്ങളും ആഘോഷങ്ങളും കണക്കിലെടുത്ത് ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനമോടിക്കരുതെന്നും കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. UAE മദ്യപിച്ച് വാഹനമോടിക്കുന്ന കാര്യത്തിൽ സീറോ ടോളറൻസ് നയമാണ് പിന്തുടരുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കുകയും ചുവപ്പ് സിഗ്നൽ മറികടന്ന് മറ്റൊരു വാഹനത്തിലിടിച്ച് 2 പേർക്ക് പരിക്കേൽപ്പിച്ചതിനെ തുടർന്നുമാണ് നിയമ നടപടികൾ ഓർമ്മിപ്പിച്ച് ദുബായ് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. UAE പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ഇത്തരം നിയമലംഘനങ്ങൾക്ക് 2 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 45 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും. അതിനാൽ മദ്യപിച്ചോ ലഹരിമരുന്ന് ഉപയോഗിച്ചോ വാഹനമോടിച്ചാൽ കോടതി കടുത്ത ശിക്ഷ തന്നെ നൽകും. നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് മുഴുവനായും റദ്ദാക്കും. കൂടാതെ UAE വാഹനമോടിക്കാൻ അനുമതി നൽകുകയുമില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.